ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കളയിലാണ്. അടുക്കളയിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചക്കയുടെ സീസണൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് തുടങ്ങിയല്ലോ. ഇപ്പോഴും ചക്കയൊക്കെ ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, ചക്കയുടെ ഒരു സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചക്ക കിട്ടി. അപ്പോൾ നമ്മളത് പ്രിസർവ് ചെയ്ത് വെക്കും. അതായത് ചക്ക നന്നായിട്ട് വേവിച്ച് മറ്റേ നമ്മുടെ ശർക്കര പാനിയിലിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക കിട്ടാത്തൊരു സമയമാകുമ്പോഴത്തേക്കും എന്താ പറയുക, അതിൻ്റെ അട, അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മാർച്ച് മാസത്തിലൊക്കെ കിട്ടിയ ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ കിട്ടിയ ആദ്യത്തെ ഒരു വരിക്കച്ചക്ക ഉണ്ടായിരുന്നു. വരിക്കച്ചക്ക നല്ല മധുരമുള്ള ഒരു വരിക്കച്ചക്കയാണ്. ആ ചക്ക നമ്മൾ അത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നുള്ളൊരു സിമ്പിൾ സാധനമാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. സിമ്പിളല്ല, കുറച്ച് പണിയുണ്ട് അതിനകത്ത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചക്ക വെച്ചിട്ട് നമ്മളൊരു ചക്ക വരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചക്ക എങ്ങനെ വരട്ടും എന്നുള്ളത് മിക്കവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ ഓൺലൈനിലൊക്കെ കുറേ വീഡിയോ ഉണ്ട്. പക്ഷേ ഞങ്ങൾ എങ്ങനെയാണ് വരട്ടണേ എന്നുള്ളൊരു വീഡിയോ ആണ്. പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇതാണ്. എല്ലാവരും ലൈവായിട്ടൊക്കെ ചെയ്യുന്നതാണ്. ചക്ക പറിച്ച് അപ്പം തന്നെ ചക്ക വരട്ടി വെക്കുന്നതാണ്. നമ്മളിത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ആ സമയത്ത് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചക്കപ്പം, ചക്കട അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു രീതിയിലാണ് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ചക്ക മുറിച്ച് പ്രിസർവ് ചെയ്ത് വെച്ചതായി. 2-3 മാസം മുമ്പേ പ്രിസർവ് ചെയ്ത് നമ്മൾ നല്ല എന്താ പറയുക, കുപ്പിയിലൊക്കെ ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ഇന്ന് എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ചക്ക അട ഉണ്ടാക്കാൻ പോകും. ചക്ക അടയല്ല, ചക്ക വരട്ടാൻ പോവാണ്. ചക്ക അടയാണ് കൂടുതലും ഉണ്ടാക്കാറ് ഇവിടെ. ഈ മഴക്കാലത്തൊക്കെ ചക്കടയും ഇതൊക്കെ തിന്നാനായിട്ട് ഭയങ്കര ഇതായിരിക്കില്ല. അപ്പോൾ അത് ചക്കടയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ചക്ക പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചക്ക ഇതാക്കിയിട്ട് നമ്മൾ ശർക്കര പാനിയിൽ തിളപ്പിച്ചിട്ട് അത് നമ്മൾ ശർക്കരപ്പാനി ഇതിനകത്തിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ചക്ക നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമുക്കിത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് നെയ്യ്. ഞാനൊരു കുപ്പി നെയ്യ് എടുത്തിട്ടുണ്ട്. ഏലക്ക നമ്മളത് പൊടിക്കണം. പിന്നെ ശർക്കരപ്പാനി എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരം അന്ന് നമ്മൾ ഭയങ്കര തിക്കായിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരം ഇനി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം എക്സ്ട്രാ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ ശർക്കരപ്പാനി ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 4 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ചക്ക വരട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചക്ക നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പഞ്ചസാരപ്പാനി അല്ല, ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ചക്ക ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലേക്ക് നമുക്കിത് എന്താ പറയുക, ഇതിനകത്തേക്ക് നമ്മൾ ഇതാക്കി കൊടുക്കുകയാണ്. ഒറ്റയടിക്കുള്ളതേ ഉള്ളൂ. ഇത് നന്നായിട്ട് നമുക്കിനി എന്താ പറയുക, ഇതാക്കിയിട്ട് വരാം. നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ നല്ലപോലെ ചക്ക നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചത്. ഇനി നമുക്കിത് ഈ സെയിം പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ പറയുക, അടിച്ച് വെച്ച ചക്കയുടെ ഇതും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇത്തിരി മധുരം കുറവുണ്ട്. നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ അത്ര മധുരം നോക്കിയിട്ടല്ലല്ലോ പ്രിസർവ് ചെയ്യുന്നത്. അത് ഇതിനകത്ത് ഇതാക്കി വെക്കാമല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി ഉണ്ട്. അതും നമുക്ക് ഇതിനൊപ്പം ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം ഇത് ആദ്യം ആഡ് ചെയ്തു. ചക്ക ഇതായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ശർക്കരപ്പാനി കുറച്ചും കൂടി മധുരത്തിന് വേണ്ടിയിട്ട്, മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് പ്രിസർവ് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇനി നല്ല പോലെ ഇളക്കണം കേട്ടോ. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് തവ ആയതുകൊണ്ട് അടി പിടിക്കില്ല. അല്ലാത്ത ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടോണ്ടിരിക്കണം ഈ ഒരു ടൈം തൊട്ട്. അങ്ങനെ ഞാൻ ചക്ക നല്ലപോലെ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് പയ്യെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല. വെറുതെ ഇതിങ്ങനെ തിളച്ച് വന്നേ ഉള്ളൂ. ഞാൻ ഇത്തിരി ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലോ ഫ്ലെയിം, അത്ര ലോ ഫ്ലെയിം അല്ല, കുറച്ച് ലോ ഫ്ലെയിം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തടി പിടിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടിട്ട്
നമുക്കിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ ഒന്ന് നോക്കാം, ഇതിങ്ങനെ പൊട്ടും. അപ്പോൾ ഒന്ന് കൈയൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് വേണം ഇളക്കാനേ. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കട്ടെ. നല്ലപോലെ തള വരുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പയ്യെ ഇതിങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പയ്യെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. കണ്ട നെയ്യ് കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടിയായി വരുന്നതനുസരിച്ച് നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കാം. ഓക്കെ. പിന്നെ ഇങ്ങനെ നല്ലപോലെ നമ്മൾ കട്ടിയാക്കി എടുക്കണം, വരട്ടി എടുക്കണം. അപ്പോൾ പയ്യെ നെയ്യ് ഒഴിച്ച് കട്ടിയായി വരുന്നതനുസരിച്ച് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ഇങ്ങനെ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ എണ്ണ ഇങ്ങനെ പൊക്കത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല പോലെ വരട്ടി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ചക്ക വരട്ടിയതാവുള്ളൂ. ഇപ്പോൾ പയ്യെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ലപോലെ വെള്ളം ഉള്ള ഇത് വറ്റി തുടങ്ങണുണ്ട് കേട്ടോ. ഇനി നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം ഒരു 100-150 ഗ്രാം നെയ്യ് വേണ്ടി വരും. ഇത്രയും ഞാനൊരു എന്താ പറയുക, ഒരു 10-15 ചുളയുടെ ചക്കയായിരുന്നു ഉണ്ടായിരുന്നത്, അതാണ് ഇട്ടത്. നല്ലപോലെ വരണ്ട് വരുന്നുണ്ട്. കണ്ടോ, നല്ലപോലെ വെള്ളമൊക്കെ വറ്റി ചക്കയുടെ ഇത് മാത്രമായിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതാണ് പൊക്കത്ത് കാണുന്നത്. ഇനി ഈ നെയ്യ് കിടന്ന് ഈ ചക്ക നല്ലപോലെ ഡീപ്പ് ഫ്രൈ ആവണം. അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഡീപ്പ് ഫ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ചക്ക വരട്ടിയത് ആവുന്നത്. ഈ ഒരു ആദ്യം വെള്ളം പോലെ ആയിരുന്നു, ഇപ്പോൾ കണ്ടോ ഭയങ്കര കട്ടി ഒരു കൺസിസ്റ്റൻസി ആയി. ഇനിയും കിടന്നൊന്ന് നല്ലപോലെ വരണ്ട് വരണം. ഓക്കെ. ഹൈ ഗൈസ്, കണ്ടോ നല്ലപോലെ ഇപ്പോൾ നെയ്യ് നമ്മൾ ഒഴിച്ചത് മാത്രമായി വെള്ളമൊക്കെ വറ്റിയിട്ട് ചക്ക നന്നായിട്ട് വരണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാനിപ്പോൾ വരട്ടണത്. കണ്ട കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ആ കൊമ്പളേക്ക് ഒന്ന് വന്നത് നിന്ന് കഴിഞ്ഞാലാണ് നമുക്കിത് നല്ലപോലെ വരട്ടിയതുപോലെ ആവുള്ളൂ കേട്ടോ. ഹൈ ഗൈസ്, കണ്ട നല്ലപോലെ ഈ ഒരു ഇതാക്കി നല്ല പോലെ ആ വെള്ളം പോയിട്ട് നല്ല പോലെ എല്ലാം ആ നെയ്യ് കിടന്ന് തന്നെ ഇതാവണം കേട്ടോ. ഇപ്പോൾ ഇത്ര ആയി വന്നപ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഏലക്ക നമുക്ക് പൊടിച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് നമുക്കിട്ട് കാണാം. ഹൈ ഗൈസ്, ഏലക്ക ഇട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നമ്മൾ ഇട്ടതിൻ്റെ ആ പരുവത്തിൽ നിന്ന് നല്ലപോലെ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത്, ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിട്ട് നമുക്ക് എന്താ പറയുക, അടയുണ്ടാക്കാം, അല്ലെങ്കിൽ വെറുതെ തിന്നാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാം. ഇതൊന്നും കൂടി പ്രിസർവേറ്റീവ് ഇതായിട്ട് വെക്കണമല്ലോ, ഒരു കേടും ഉണ്ടാവില്ല. നല്ല നെയ്യിൽ ഇതായി വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതിപ്പോൾ തന്നെ ഇത് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ വെറുതെ തിന്ന് തീർക്കുന്നതാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ നമുക്കിതിനെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതേ ചക്ക വരട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. ചൂടുണ്ട്, ചൂടാറിയിട്ട് വേണം വെറുതെ തിന്നാനായിട്ട്. ഞാനിതൊരു പാത്രത്തിലാക്കി ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ വീട്ടിൽ ചെയ്തപ്പോൾ അതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക ഇതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈമിലൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ചായയുടെ ഒപ്പം തിന്നാൻ ഇത് വെച്ച് അട ഉണ്ടാക്കാം, കൊഴുക്കട്ട പോലെ ഉണ്ടാക്കി അത് വെച്ച് കഴിക്കാം. അതൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒത്തിരി തിന്നാൻ വെച്ചാൽ സൂപ്പർ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഈ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.